PM മുഹമ്മദ് റിയാസിനെ കൂവിയാണ് ഒരു റോഡ് ഉദ്ഘാടനത്തിന് നഴ്സുമാർ സ്വീകരിച്ചത്. നഴ്സുമാർ സമരം ചെയ്യുന്ന സ്ഥലത്തുകൂടി കടന്നു പോവുകയായിരുന്നു മന്ത്രി എന്നുള്ളതാണ്. ഈ ആരോഗ്യ മേഖല തകർന്നു കിടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ആശാവർക്കർമാരുടെ സമരവും നഴ്സുമാരുടെ സമരവും. എന്നിട്ടും നാണമില്ലാതെ റോഡ് ഷോ നടത്തുന്ന മന്ത്രിമാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് വളരെ ശ്രദ്ധേയമായി തോന്നുന്നു. കോഴിക്കോട്ട് പ്രത്യേകിച്ചും ബേപ്പൂർ സീറ്റിലെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന മന്ത്രി റോഡ് ഷോയിലൂടെ തനിക്ക് ജനങ്ങൾ എങ്ങനെ തന്നെ സ്വീകരിക്കുന്നു എന്നറിയുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ്റിനെ നയിക്കുന്നവരെയും കാണുന്നതെന്ന്. അപ്പോൾ അത് അനുസരിച്ച് ഇനി എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വാരിക്കോരി കൊടുത്തു. ആശാവർക്കർമാരുടെ ദീർഘകാല സമരത്തെ അവഗണിച്ചു. ഇപ്പോൾ നഴ്സുമാർക്ക് മിനിമം വേജ് സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാർക്ക് മിനിമം വേജ്, അതിൽ നഴ്സുമാർക്ക് ഒരു സ്കെയിൽ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ആ സ്കെയിൽ തന്നെ എത്രയോ പരിതാപകരമായ ഒരു സ്കെയിലാണ്. മിനിമം ഒരാളിൽ നിന്ന് ജീവിക്കാൻ എത്ര പൈസ വേണം? അപ്പോൾ അതിൻ്റെ 10 പോലും പല ആശുപത്രികളിലും നഴ്സുമാർക്ക് കിട്ടുന്നില്ല. വളരെ ഗതികേടാണ് അവരുടെ അവസ്ഥ. എന്നിട്ട് അവർ സമരം ചെയ്യുന്നതിൻ്റെ മുന്നിൽ കൂടെ റോഡ് ഷോയുമായിട്ട് പോകുന്ന മന്ത്രിയുടെ തൊലിക്കട്ടിയപ്പാരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂലി കിട്ടിയില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഇവിടെ പ്രിയൻ കാണേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. നമുക്ക് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോഴൊക്കെ ആരോഗ്യ വകുപ്പും ആരോഗ്യ മേഖലയും ഒരു പ്രത്യേക നേതൃത്വത്തിൻ്റെ കയ്യിലെത്തുകയും അതിനോട് അവരുടെ ഒരു സമീപനത്തിലുള്ള ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ആരോഗ്യവകുപ്പിൽ ഡോക്ടർമാർ സമരം ചെയ്യേണ്ടി വന്നു. ഇപ്പോഴ് മെഡിക്കൽ കോളേജിലെ സമരം താൽക്കാലികമായിട്ട് അവരൊന്ന് മാറ്റി വച്ചിരിക്കുകയാണ്. അതിലും ഗവൺമെൻറ് സമീപനം ആ സമരക്കാരോട് സാധാരണ വേറെ തൊഴിൽ മേഖലകളിലെ എല്ലാ സമരത്തോടും അനുഭാവപൂർവ്വം സമീപിക്കുന്ന ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPM നേതൃത്വവും ഈ ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും സമരത്തോട് ഇരട്ടത്താപ്പാണ് എപ്പോഴും പുലർത്തുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ നമ്മളെപ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. PK ശ്രീമതി ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ഡെങ്കിപ്പനി വ്യാപകമായിരുന്നു. ആ സമയത്തും മാസങ്ങളോളം ഡോക്ടർമാരുടെ സമരം ഉണ്ടായിരുന്നു. നമ്മളൊരു 1.5 പതിറ്റാണ്ടിലേറെ കേൾക്കുന്നതാണ് PG ഡോക്ടർമാർ നിരന്തര സമരത്തിലാണ്. എല്ലാ വർഷവും അവർക്ക് സമരം ചെയ്യേണ്ടി വരികയാണ്. ഇന്ന് ഈ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഡോക്ടർമാരെ അടക്കം അണ്ടർ പെയ്ഡാണ്. ഇപ്പോൾ പുതിയ ശമ്പള കമ്മീഷൻ വരികയല്ലേ, ജോയി കമ്മീഷൻ വരികയാണ്. അപ്പോൾ ആ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു പ്രശ്നമാണ്. ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരടക്കം പാതിരാത്രി പോലും ഡ്യൂട്ടിയാണ് അവരുടെ. മൂന്നിരട്ടി സമയമൊക്കെയാണ്. അവർ രാവിലെ 8 മണിക്ക് കയറിയാൽ രാത്രി 8 മണി വരെ ചെയ്തിട്ട് പിറ്റേന്നും വരണം. വേറെ ഒരു ജീവനക്കാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഇരട്ടി ജോലിഭാരം. ചിലപ്പോൾ 48 മണിക്കൂറൊക്കെ. പിന്നെ നമ്മുടെ ആശുപത്രികളിലൊന്നും വേണ്ടത്ര സൗകര്യങ്ങളില്ല. ആ പരിമിത സാഹചര്യത്തിൽ അതും എപ്പോഴും റിസൾട്ട് വേണ്ടുന്ന ഒരു മേഖലയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിലെ വീഴ്ചകൾക്ക് അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്നു. ഡോക്ടർമാരുടെ നെഗ്ലിജൻസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നാട്ടുകാർ പറയുന്ന കത്രിക അകത്ത് വെച്ച് തുന്നി കെട്ടിയത്. ഇവരുടെ പങ്കപ്പാട് കേൾക്കാൻ മാധ്യമങ്ങൾ പോലും പലപ്പോഴും തയ്യാറാകും. ആ രംഗത്ത് CPM ഒരു സ്ഥാപിത താല്പര്യമുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ഉദാഹരണത്തിന് കേരളത്തിലെ ആരോഗ്യ മേഖല, അതായത് ധർമാശുപത്രികളും സാധാരണ ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കേണ്ട രംഗങ്ങൾ ഒരിക്കലും നന്നാകരുതെന്ന് പാർട്ടിക്ക് താല്പര്യമുണ്ട്. കാര്യമെന്താണ്? പാർട്ടി ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളുടെ പക്ഷത്താണ്. പാർട്ടി നേരിട്ട് എല്ലാ ജില്ലകളിലും മൺമറഞ്ഞ നേതാക്കന്മാരുടെ പേരിൽ സ്വകാര്യ ആശുപത്രികൾ നടത്തുന്നുണ്ട്. ഈ ആശുപത്രികൾക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ധർമാശുപത്രികൾ എന്ന് പറയുന്ന സർക്കാർ ആശുപത്രികൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കരുത്. അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടത്ര സൗകര്യം ഉണ്ടാവരുത്. അവിടെ വേണ്ടത്ര ഉപകരണങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് പൊതുജനാരോഗ്യ മണ്ഡലത്തിൽ ജനക്ഷേമകരമായി ഇടപെടാനും പ്രവർത്തിക്കുവാനും അവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുവാനും ഇടതുപക്ഷ ഗവൺമെൻറ്റിനും CPM പ്രത്യേകിച്ച് ഒരിക്കലും താല്പര്യമില്ല. അതാണ് അവിടുത്തെ സമരങ്ങളോടുള്ള സമീപനം. ഇപ്പോൾ കോഴിക്കോട്ട് ഈ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരും സമരത്തിലാണ്. അതിനും ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്തത് എന്താണ്? ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ പാർട്ടി നടത്തുന്നു. അവരെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ കേരളത്തിലെ സ്വകാര്യ ചികിത്സാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിൽ പാർട്ടിക്ക് സ്ഥാപിത താല്പര്യമുണ്ട്.
അതുകൊണ്ട് ആരോഗ്യരംഗം മെച്ചപ്പെടരുത്. ഇപ്പം നമ്മൾ വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവരെ മാത്രം ബലിയാടാക്കിയിട്ട് കാര്യമില്ല. പാർട്ടിയുടെ താല്പര്യമാണ് അവർ നടപ്പാക്കുന്നത്. പാർട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു മേഖല നന്നാകണമെന്ന് അവരെങ്ങനെ ആഗ്രഹിക്കും? അവർക്ക് ശാസ്ത്രം പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിലെ ആരോഗ്യ മണ്ഡലത്തിൽ CPM പ്രത്യേക താല്പര്യമുണ്ട്. അവരത് നന്നാക്കി എടുക്കുവാൻ ഒരു കാലത്തും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഡോക്ടർമാർക്ക് പീഡനമുണ്ടോ? ആരോഗ്യ സർവീസിൽ നിങ്ങൾക്ക് മോശപ്പെട്ട അനുഭവമുണ്ടോ? നിങ്ങൾ രാജിവെച്ചിട്ട് ഞങ്ങളുടെ ആശുപത്രി ചേർന്നു എന്ന് ഭംഗ്യം തരെയാണ് പറയുകയാണ്. ചില അവർക്ക് ആവശ്യമുള്ളവരെ അവർ വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതാണ് ഈ ആരോഗ്യ മണ്ഡലത്തിലെ രഹസ്യം. മുഹമ്മദ് റിയാസ് പോയപ്പോൾ അവിടെ കൂവിയത് അത്ഭുതമല്ല. ഇനി വേറെടുത്ത് ചെന്നാലും അദ്ദേഹത്തിന് ഈ കൂലി കിട്ടും. അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. തെരഞ്ഞെടുപ്പും കൂടെ വരികയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വൈകിയ വേളയിൽ ഇറങ്ങിപ്പോകാൻ നേരത്തെങ്കിലും ജനങ്ങളോടുള്ള സ്നേഹം വെറുതെ അധര വ്യായാമം അല്ലെങ്കിൽ അവർ ശുദ്ധമായ നാവ് കൊണ്ട് സംസാരിക്കും. ഈ നമ്മൾ ജോലി ഭാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ RG കർ എന്ന് പറയുന്ന കൊൽക്കത്തയിലെ ഹോസ്പിറ്റലിൽ ഏതാണ്ട് 36 മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷമാണ് ആ പെൺകുട്ടി റെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ബലാത്സംഗം ചെയ്തത്. കേരളത്തിലെ അവസ്ഥയും വ്യത്യാസമൊന്നുമില്ല. PG ഡോക്ടർമാരടക്കം 36-38 മണിക്കൂർ ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെളിയിൽ വന്നതാണ്. എന്നിട്ടും അവർക്ക് യാതൊരു ആശ്വാസവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ശമ്പളത്തിൻ്റെ കാര്യത്തിലായാലും ശരിയാണ്, തൊഴിൽ സമയത്തിൻ്റെ കാര്യത്തിലായാലും ശരിയാണ്. എന്നിട്ടും അവർ സമരം ചെയ്തെന്ന് പറഞ്ഞാൽ പഴിയാണ് കേൾക്കേണ്ടി വരിക. പൊതുജനത്തിനകത്ത് പോലും അങ്ങനെ ഒരു ധാരണയുണ്ട്. കാരണം ഇവർ സമരം ചെയ്യാൻ പാടില്ലാതെ മുഴുവൻ സമയവും സൗജന്യ സേവനം നൽകേണ്ടവരാണ് എന്നൊരു ധാരണയുണ്ട്. മാത്രമല്ല വളരെ മോശപ്പെട്ട പ്രചരണമാണ് ഡോക്ടേഴ്സിന് എതിരെ നടക്കുന്നത്. ഒന്ന്, അവർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയുണ്ടല്ലോ എന്നുള്ളതാണ്. സർക്കാർ ഡോക്ടർമാർക്ക്, പ്രത്യേകിച്ചും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഡോക്ടർമാർക്ക്, മെഡിക്കൽ കോളേജുകളിലില്ല, ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർമാർക്ക് അവർക്കുള്ള ഇടവേളകളിൽ സ്വകാര്യ പ്രാക്ടീസ് വീട്ടിൽ ചെയ്യാം എന്നാണ്. പക്ഷേ ഇത് എത്ര പേര് ചെയ്യുന്നു? എത്ര പേർക്ക് അതിനുള്ള സമയം കിട്ടും ചെയ്യാൻ? ഏതെങ്കിലും സ്പെഷ്യാലിറ്റിയിലുള്ള അത്യാവശ്യ ആളുകളെ ചിലർ വീട്ടിൽ കാണുന്നുണ്ടാവും. അതിന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയ്ക്ക് പോലും അക്കൗണ്ട്സ് ഉണ്ട്. അത് അതിന് ടാക്സ് കൊടുക്കണം. അത് സമയം കിട്ടുന്നത് വളരെ കുറവാണ്. കുറച്ചൊരു 10% ആളുകൾക്ക് പ്രാക്ടീസ് ഉണ്ടാകുമായിരിക്കും. അതിൻ്റെ പേരിൽ അവർക്ക് മതിയായ വേതനം കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ശമ്പള സ്കെയിൽ പരിശോധിച്ചാൽ അറിയാം. അത് ഒരു കോളേജ് അധ്യാപകരുടെ ശമ്പളവുമായിട്ട് താരതമ്യപ്പെടുത്തുക. സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറിയുടെയോ അല്ലെ ഗവൺമെൻറ് സീനിയർ സൂപ്രണ്ടിൻ്റെയൊക്കെ ശമ്പളമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ സർക്കാർ സാലറി വളരെ വളരെ പരിതാപകരമാണ് അവരുടെ ജോലിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. ഇതേ വശത്ത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ആശാ വർക്കർമാരുടെ സമരവും. അതെ, അവരുടെയും സമരം നന്നാകുകയും നാട്ടിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും പകർച്ചവ്യാധികൾ കുറയുകയും ചെയ്താൽ CPM നടത്തുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് ആൾ വരുന്നത് കുറയും. അതുകൊണ്ട് നാട് നന്നാവണമെന്ന് ശരിയായും അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുമോ? ഇതാണ്. അപ്പം സ്വകാര്യ ആശുപത്രികൾ നിലനിർത്തുന്നതിലും അവിടുത്തെ സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിലും CPM എന്നും ഒരു തൽപര കക്ഷിയാണ്. തീർച്ചയായും.